ഓം ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ആത്മസ്വരൂപരെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തനീയ വിഷയം വാക്ശുദ്ധി. വാക്കുകൾ ആകർഷകമായും വ്യക്തമായും ഇമ്പമായും സ്ഫുടമായും സഭ്യമായും ഇരിക്കണം. ഇവകളാലാണ് വാക്ശുദ്ധി ഉണ്ടാകുന്നത്. പ്രിയരെ, ഒരു കുളത്തിലേക്ക് ചെറിയൊരു കല്ലെടുത്തിട്ടാൽ കേൾക്കുന്ന ശബ്ദം ഇമ്പമുള്ളതായിരിക്കും. എന്നാൽ കല്ലിനു പകരം വലിയൊരു പാറക്കഷ്ണം എടുത്തിട്ടാൽ കേൾക്കുന്ന ശബ്ദം ഇമ്പമില്ലാത്തതായിരിക്കും. ഇങ്ങനെ ആകർഷണ വികർഷണ സ്വഭാവം ഓരോ ശബ്ദത്തിനുമുണ്ട്. വഴിയിൽ വെച്ച് കണ്ട ഒരു കുട്ടിയോട് കുഞ്ഞെ എന്തിനായിട്ട് പോകുന്നു എന്ന് ചോദിക്കുന്നതിലും നീ എന്തിനു പോകുന്നു എന്ന് ചോദിക്കുന്നതിലും ഈ ആകർഷണ വികർഷണത്വമുണ്ട്. അപ്പോൾ ഇമ്പവും ആകർഷണവുമുള്ള വാക്കുകളാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളതായിരിക്കുന്നത്. സ്വരമാധുര്യമില്ലാത്ത വാക്കുകൾ അനാകർഷണങ്ങളായിരിക്കും. കേൾക്കുന്നയാളിന് മനസ്സിലാകുന്ന നിലയിൽ വ്യക്തമായും സ്ഫുടമായും വാക്കുകൾ ഉച്ചരിക്കണം. അർത്ഥവും ചേർച്ചയുമുള്ള വാക്കുകളല്ലെങ്കിൽ ആശയവിനിമയം സുഗമമായിരിക്കുകയില്ല. ആശയത്തെ ദുർഗ്രഹവും ഗൂഢവുമാക്കുന്ന തരത്തിൽ വാക്കുകൾ പ്രയോഗിക്കരുത്. പ്രതിപാദനത്തിൽ ഔചിത്യമുണ്ടായിരിക്കണം. ക്ഷോഭവും വെറുപ്പുമുണ്ടാക്കുന്ന വാക്കുകൾ ഒഴിവാക്കി സ്നേഹവും വിശ്വാസമുള്ള വാക്കുകൾ ഉപയോഗിക്കണം. പറയുന്നവരെയും കേൾക്കുന്നവരെയും തമ്മിൽ ഇളക്കുന്നത് വാക്കുകളാണ്. ഒരാളിന്റെ ആയുസ്സിന് താങ്ങായി നിൽക്കുവാൻ ധനത്തിനായെന്ന് വരികയില്ല, എന്നാൽ വാക്കിന് അത് സ്വാധിക്കും. ഒരാളിനെ പരിവർത്തനപ്പെടുത്തുവാനും ഉയർത്തുവാനും പ്രബുദ്ധനാക്കുവാനും വിവേകമതിയാക്കുവാനും ധാർമ്മികനാക്കുവാനും ആനന്ദചിത്തനാക്കുവാനും ശാന്തനാക്കുവാനുമുള്ള ശക്തി വാക്കുകൾക്കുണ്ട്. ഇങ്ങനെ ഒരു മരത്തിന്റെ തണലും ഫലവുമെന്ന പോലെ ജീവിതത്തിന് താങ്ങും തണലുമാകുന്ന വാക്കുകളാണ് ശുദ്ധമായ വാക്കുകൾ. ഇത്തരം വാക്കുകൾ കൊണ്ട് വാക്ശുദ്ധി പാലിക്കുന്നവൻ ശത്രുവിനെപ്പോലും പ്രിയപ്പെട്ടവനായിത്തീരും. സ്നേഹപൂർവം, രഞ്ജൻ, കയനാട്.